നാട്ടടുക്കളയിലേക്ക് സ്വാഗതം. അംഗനവാടിയിൽ നിന്നും കിട്ടുന്ന തെറാപ്യൂട്ടിക് ഫുഡ് ഉപയോഗിച്ച് ഒരു പലഹാരം തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തെറാപ്യൂട്ടിക് ഫുഡ് എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം നുറുക്കിയത്, 1/2 കപ്പ് തേങ്ങ ചെരുകിയത്, കുറച്ച് അരിപ്പൊടി, അണ്ടിപ്പരിപ്പ് ബദാം നുറുക്കിയത്, വെല്ലം നുറുക്കിയത്, തേങ്ങാക്കൊത്ത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ബദാം നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം പഴുത്ത പഴം, അതിന് കുറച്ച് സമയം വാട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ വെല്ലം ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെല്ലവും പഴവും നല്ലോണം പിടിച്ചു വരട്ടെ. ഇനി വെല്ലവും പഴവും നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി തീ ഓഫാക്കാം. ഇനി എടുത്തു വെച്ച തെറാപ്യൂട്ടിക് ഫുഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം കൂട്ടി യോജിപ്പിക്കാം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മധുരത്തിന് വേണ്ടി ഞാൻ 3 അച്ച് വെല്ലം എടുത്തത്, അത് ഞാൻ മുഴുവനായിട്ട് ചേർത്തു. പിന്നെ ഈ വെള്ളം ഉപയോഗിച്ചത് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇത് ഞാൻ ഉപയോഗിച്ചത്. ഇപ്പോൾ ഇത് നല്ല പാകത്തിനുള്ള കുഴയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് തണിയാൻ വെക്കാം. ഇത് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പില്ലാതെ വെല്ലാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം ഉപ്പ് ചേർക്കണ്ട, 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഇത് ഉപ്പുള്ള വെല്ലാണ്, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇതേപോലെ ഉരുളകളാക്കാം. നല്ല ഷേപ്പായി കൊടുക്കാം നമുക്ക്. ഇതേപോലെ ഉരുളകളാക്കി നമ്മളൊരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെള്ളം ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇലയെ പരത്തിയിട്ടും നമുക്ക് ആവിയിൽ വെച്ചിട്ട് കഴിക്കാം. ഇത് മുഴുവനായി വെച്ചിട്ടുണ്ട്. ഇത് വെന്ത പൊടികളായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഇത് നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കാം. നമ്മളെ പലഹാരം റെഡിയായോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇത് നല്ല സോഫ്റ്റായ പലഹാരമാണ്, ഹെൽത്തിയുമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.